ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്നേ ദിവസം ഈ ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഒരു പുതിയ കുടുംബം രൂപം കൊള്ളുകയാണ്. ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസം, ഏറ്റവും മനോഹരമായ ദിവസം, ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു മധുരമുള്ള ഒരു ഓർമ്മയുള്ള ദിവസം കൂടെയും വന്നു ചേരുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ ഒരു വീഡിയോ കാണാൻ ഇടയായി. അതിപ്രകാരമായിരുന്നു: കല്യാണ ചെറുക്കനും പെണ്ണും വൈദികരും ആൾക്കാരും ഉണ്ട്, കുടുംബക്കാരെല്ലാം കല്യാണം കൂടെ നിൽക്കുന്നു. ഇപ്പം ഈ കല്യാണം നടത്താൻ അച്ഛൻ വിവരിക്കുകയാണ്, പെണ്ണിന് ചെറുക്കനേക്കാളും പൊക്കമുണ്ട്. പെണ്ണിന് നല്ല പൊക്കമുണ്ട്. ചെറുക്കൻ ഈ പെണ്ണിൻ്റെ ഈ തോൾ വഴിയുള്ള തോളിന് താഴെയാണ് ചെറുക്കൻ്റെ പൊക്കം. സ്നേഹിച്ച് കിട്ടുന്നതാണ്, ഒരു പ്രണയിച്ച് കിട്ടുന്നതാണ്. കുർബാന തുടങ്ങുന്ന നിമിഷം മുതൽ ഈ അച്ഛൻ്റെ ചിന്ത മൊത്തം എങ്ങനെയായിരിക്കും ഈ ചെറുക്കൻ ഈ പെണ്ണിനെ താലി കെട്ടുക. അച്ഛൻ വട്ടത്തി വെച്ച് കൊടുക്കുമ്പോൾ അവൻ പുറകിൽ നിന്ന് മേടിച്ച് കെട്ടണമല്ലോ. അച്ഛന് ടെൻഷനായി. ഇനിയിപ്പം പെണ്ണിൻ്റെ നേരെ ഒരു ഏണി ചാരി വെക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ കസാര ഇട്ട് കൊടുക്കേണ്ടി വരുമോ? മൊത്തത്തിൽ ടെൻഷൻ. അച്ഛൻ ഇനി എന്ത് ചെയ്യുന്നുള്ളത് അറിയത്തില്ല. അങ്ങനെ കല്യാണ സമയം എത്തിയപ്പോൾ പെട്ടെന്ന് ഐഡിയ വന്നു. ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറയുന്ന പോലെ അച്ഛന് പുതിയൊരു ഐഡിയ കിട്ടി. പെണ്ണിനോട് പറയുകയാണ്, കൊച്ചെ നീ മുട്ടുകുത്താൻ പറഞ്ഞു. ഈ കൊച്ചെ നീ മുട്ടുകുത്ത്. ചെറുക്കൻ കേട്ടത് തൊട്ട് മുത്താനാ. അവൻ പെണ്ണിനെ തൊട്ടിട്ട് ഒന്ന് മുത്തി. എന്നിട്ട് ഭക്തിയോടെ വീണ്ടും കൈയും കൊപ്പി നിൽക്കുക. വീണ്ടും അച്ഛൻ പറഞ്ഞു, പെണ്ണെ നീ മുട്ടുകുത്ത്. വീണ്ടും അവൻ കേൾക്കുന്നു തൊട്ടുമുത്ത്. അവൻ വീണ്ടും ഒരുപാട് ഭക്തിയോടെ അവളെ തൊട്ടു മുത്തി വീണ്ടും കൈകൾ കുപ്പി നിൽക്കുകയാണ്. ആ വീഡിയോ അന്ന് കണ്ടപ്പോൾ ഒരുപാട് ചിരിച്ച്. പക്ഷെ ആ ചെറുക്കൻ ചെയ്തതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എന്താണ് അതിനർത്ഥം? അതിനു മുൻപേ എനിക്ക് ഗ്ലിസ്റ്റിനോടും അനുമോളും ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഗ്ലിസ്റ്റ് അവളെ തൊട്ട് മുത്താവോ, അവളെ തൊട്ടിട്ടൊന്ന് മുത്തേക്കാവോ? അനുമോളെ അത് തന്നെ ഒന്ന് ചെയ്തേക്കാവോ? ഒരുപാട് അർത്ഥമുണ്ട് എൻ്റെ മക്കളെ ഇതിലെ. എൻ്റെ കൂട്ടുകാരാ, മക്കളെ എൻ്റെ കൂട്ടുകാരനാണ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാ. നമ്മൾ എവിടെയാണ് തൊട്ടുമുത്തണം? ബൈബിളെ തൊട്ടുമുത്തും അല്ലേ, കുരിശിനെ തൊട്ടുമുത്തും, വിശുദ്ധരുടെ രൂപങ്ങൾ തൊട്ടുമുത്തും. ഇനി മുതൽ ഗ്ലിസ്റ്റൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ആരാ? അനുമോളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എൻ്റേതെന്ന് തോന്നുന്ന ഒരു വ്യക്തിയാണ് ഗ്ലിസ്റ്റനുള്ളത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് തൊട്ടുമുത്തണം. കാരണം നമ്മൾ വിശുദ്ധ രൂപങ്ങളെ തൊടുന്ന പോലെ, വിശുദ്ധ ബൈബിളിനെ തൊടുന്ന പോലെ, കുരിശിനെ തൊട്ടുമുത്തുന്ന പോലെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് അവളെ. അല്ലെങ്കിൽ ഞാൻ വേറെ ആരെ തൊട്ടുമുത്താനാണ്? അബദ്ധവശ ചെയ്തതാണെങ്കിലും അതിന് ഒരുപാട് അർത്ഥമുണ്ടെന്ന് എനിക്കിത് മനസ്സിലാക്കാൻ സാധിച്ചു. ഇനി ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിന് അവസാനം വരെ ഇങ്ങനെ തൊട്ടുമുത്തി ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതിനെ നഷ്ടപ്പെടുത്താതെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അതുപോലെ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളും നമുക്ക് ഒരുപാട് ഉദാഹരണം തരുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ കണ്ണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ലേ? കണ്ണിലേക്ക് ഒരു ചെറിയ പൊടി പോയാൽ മതി, ഉടനെ നമുക്ക് ഇറിറ്റേറ്റഡ് ആവും, അസ്വസ്ഥനാകും. ഉടൻ തന്നെ നമ്മൾ പോയിട്ട് മുഖം കഴുകി ആ കണ്ണിലെ പൊടി കളയും, അല്ലെങ്കിൽ കണ്ണ് കഴുകി പൊടി കളയും. അതുപോലെ ആയിരിക്കണം നിങ്ങളുടെ കുടുംബജീവിതം. കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ അതും വെച്ച് മുന്നോട്ട് പോയേക്കരുത്. അതിന് അവിടെ നിങ്ങൾ പരിഹാരം കണ്ടെത്തണം. ആ കഴുകി വെള്ളം ഒഴിക്കുന്ന സ്ഥലമാണ് ദേവാലയം. ഇവിടെയാണ് നിങ്ങൾ ഒന്നാക്കി ചേർത്തത്. ഇവിടെ വന്ന് അതിനെ ശുദ്ധീകരിച്ച് ചെയ്യുക. അതുപോലെ തന്നെ കണ്ണിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഗ്ലിസ്റ്റൻ അല്ല അനുമോൾ തീരുമാനിക്കും, എനിക്ക് ഇടത്തോട്ട് നോക്കണം. ഒറ്റ കൃഷ്ണമണിയല്ല, 2 കൃഷ്ണമണിയും ഇടത്തോട്ട് പോകും. ഇപ്പോൾ വലത്തോട്ട് നോക്കണം തീരുമാനിച്ചാൽ 2 കൃഷ്ണമണിയും വലത്തോട്ട് പോകും. നിങ്ങൾ ഒരുപോലെ ചലിക്കണം, ഒരുമിച്ച് മുന്നേറണം നിങ്ങളുടെ ജീവിതം. ഇനി 2 ഭാഗമല്ല, ഒന്നായിട്ട് വേണം മുന്നോട്ട് പോകാൻ. അതാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് മൊത്തം എത്ര കൂതാശകളുണ്ട്? ലിസ്റ്റ് എത്ര സോറി എങ്ങനെ പറഞ്ഞാൽ 7 കൂതാശ. എന്നെ പുറത്ത് വെച്ച് ഇടിക്കുവാൻ കൂട്ടുകാരനെ വീണ്ടും പറയുക. 7 കൂതാശകളുണ്ട്. അപ്പം 7 കൂതാശകളിൽ 6 കൂതാശകളും ഒറ്റയ്ക്ക് നമ്മൾ സ്വീകരിക്കുന്നത്. മാമോദിസ, സ്ഥൈര്യവാൻ, കുർബാന എല്ലാം തന്നെ കൂടുതൽ ഒറ്റയ്ക്ക് നമ്മൾ നിന്ന് സ്വീകരിക്കുക. കുർബാനയായാലും ഒരുപാട് പേരുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ആ സമയത്ത് ഞാനെന്ന വ്യക്തി കുർബാനയിൽ പങ്കെടുക്കുകയാണ്. ഞാനാണ് കുർബാന സ്വീകരിക്കുന്നത്. പക്ഷേ ഓരോ കൂതാശയുള്ളൂ 2 പേര് സ്വീകരിക്കുന്നത്. അതേതാണ്? വിവാഹമെന്ന കൂതാശ. 2 പേരാണ് സ്വീകരിക്കുന്നു എന്നുള്ളെങ്കിലും 2 ശരീരമാണ്. പക്ഷേ ഒരേ മനസ്സോടെ, ഒരേ ഹൃദയത്തോടെയാണ് അവർ ഈ കൂതാശയിൽ പങ്കുചേരുന്നത്. അതാണ് ഈ കൂതാശയുടെ പ്രത്യേകത.
പിന്നെ മറ്റേത് കൂദാശയ്ക്കും തുടക്കമിടുന്ന ഒരു കൂദാശയാണ് വിവാഹം എന്ന കൂദാശ. വിവാഹത്തിൽ നിന്നാണ്, വിവാഹം ഉണ്ടെങ്കിൽ പിന്നെ മാമോദീസ, സൈര്യവനം, കുർബാന, കുമ്പസാരം, സൈര്യം, യോഗ്യം എല്ലാം ലഭിക്കുകയുള്ളൂ. അപ്പം ഇതിൽ നിന്നെല്ലാം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ കൂദാശയ്ക്ക് ഒരുപാട് പ്രാധാന്യമുള്ളതാണ്. ജീവിതത്തിൽ നമ്മുടെ കണ്ണിനെ സംരക്ഷിക്കുന്നവർ ഒരുമിച്ച് മുന്നേറണം. ഒരു പക്ഷിക്ക് ഉയരത്തിൽ പറക്കണമെങ്കിൽ 2 ചിറകിലിട്ടടിക്കണം, ഒരു ചിറകല്ല. നിങ്ങൾ 2 പേരും ഒരുമിച്ച് ചിറകിട്ടടിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ പരസ്പരം അറിയാൻ സാധിക്കും. പരസ്പരം നിങ്ങൾ പങ്കുവെക്കണം നിങ്ങളുടെ പ്രശ്നങ്ങൾ. ഗ്ലിസ്റ്റന്റെ കാര്യങ്ങൾ അനുമോൾ അറിഞ്ഞിരിക്കണം, അനുമോളുടെ കാര്യങ്ങൾ ഗ്ലിസ്റ്റൻ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ തമ്മിൽ സംസാരിക്കുവാൻ എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കാണുള്ളൂ. അല്ലെങ്കിൽ ചുരുക്കം വാക്കുകളോട് തീർന്ന്. പരസ്പരം അറിഞ്ഞു കഴിഞ്ഞാൽ ഗ്ലിസ്റ്റൻ പറയുന്നത് അനുമോൾക്ക് മനസ്സിലാകും, അനുമോൾ പറയുന്നത് ഗ്ലിസ്റ്റന് മനസ്സിലാകും. അതുകൊണ്ട് തുല്യതയും വേണം, പരസ്പരം സംസാരിക്കുകയും വേണം, എല്ലാം ഷെയർ ചെയ്ത് മുന്നോട്ട് നീങ്ങുക. ഇന്നത്തെ ദിവസം എനിക്ക് ഉറപ്പാണ് ഗ്ലിസ്റ്റനപ്പം സാബു ചേട്ടായും അമ്മയും അതുപോലെ തന്നെ അനുമോളുടെ പപ്പയും അമ്മയും സഹോദരനെല്ലാം ഒരു കാര്യത്തെ ഓർത്താണ് ഇന്നത്തെ വറി. ഇന്നത്തെ ടെൻഷൻ ഒറ്റ കാര്യമാണ്, ചെറുക്കൻ മര്യാദയ്ക്ക് പെണ്ണിനെ കെട്ടുമോ, അവൻ കെട്ടുമ്പോൾ കൈ വിറയ്ക്കുമോ, അതൊക്കെ ആയിരിക്കും അവരുടെ ടെൻഷൻ, ഇന്നത്തെ ടെൻഷൻ. പിന്നെ നാളെ മുതൽ ടെൻഷനാണ്, ദൈവം ഇവർ ഏറ്റവും മനോഹരമായി നല്ല മക്കളായി ജീവിക്കാൻ അവർക്ക് സാധിക്കണേ. ഞാൻ കഴിഞ്ഞ ദിവസം ഗ്ലിസ്റ്റൻ്റെ വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ അവൻ്റെ അമ്മ പറയാനിടയായി, അതിനു മുമ്പ് ഒരു കാര്യം പറയാം. നമ്മൾ പറ്റിക്കപ്പെടുമെന്നൊക്കെ പറയല്ലേ, ജീവിതത്തിൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ആ പറ്റിയിൽ പിന്നീട് ഏറ്റവും സന്തോഷമായി തീർന്നൊരു വ്യക്തിയാണ് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഗ്ലിസ്റ്റർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെമിനാരി ചേരാൻ പ്ലാനുണ്ട്. ഗ്ലിസ്റ്റർ പറഞ്ഞു, എടാ എനിക്ക് സെമിനാരി പോകണം, നമുക്ക് ഒരുമിച്ച് പോകാം. നമ്മൾ തീരുമാനിച്ച് ഒരുമിച്ച് പോകാം. ഞാൻ പറഞ്ഞാൽ രൂപതയിലെ പോണേ. അപ്പോൾ അവൻ ചോദിച്ചു, നിന്റെ പ്ലാൻ അല്ലേ, തിരിച്ചു വരുമോ, അച്ഛനാകുമോ? അവൻ ആഗ്രഹമുണ്ട്, അറിയത്തില്ല, ചേട്ടന്മാരെല്ലാം കൂടി തിരിച്ചു വന്നിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും, സഭയിൽ പോക്കും, എന്തെങ്കിലും പഠിച്ചിട്ട് പോരും, അല്ലെങ്കിൽ നിനക്ക് പോരുവാണെങ്കിൽ തന്നെ, അങ്ങനെയൊക്കെ കുറേ ഐഡിയാസൊക്കെ പറഞ്ഞു തന്നു. എന്നിട്ടും പറഞ്ഞ് ഞാൻ പുറകെ വരാം. അപ്പോൾ അങ്ങനെ തീരുമാനിച്ച് ഗ്ലിസ്റ്റൻ പഠിച്ച SF സ്കൂളിലാണ്. ഇവനാണ് എന്നെ SF സെമിനാരിൽ കൊണ്ടുപോയി അവിടെ അച്ഛന്മാരൊക്കെ പരിചയപ്പെടുത്തി. അങ്ങനെ അവിടെ എന്നെ കൊണ്ടുപോയി, അങ്ങനെ അവിടെ എന്നെ ചേർത്തു. ഗ്ലിസ്റ്റൻ ഒരു വാക്ക് പറഞ്ഞ് അവിടുന്ന് പോരുന്നതിന് മുമ്പ്, +2 കഴിഞ്ഞ് നിന്റെ പുറകെ ഞാനും ഉണ്ട്, അപ്പോൾ നീ എൻ്റെ സീനിയർ, ഞാൻ നിൻ്റെ ജൂനിയർ. അപ്പോൾ ആ ഒരു നിലപാടിൽ ഞാൻ പോയി. ഞാൻ 10 കഴിഞ്ഞ് +2 കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞ് അച്ഛനുമായി. അവനെ കണ്ടില്ല, ഇപ്പോൾ ഇവിടെ പള്ളിയിലുണ്ടവൻ. അങ്ങനെ മറ്റൊരു ദൈവങ്ങളിലേക്ക് അവൻ കടന്നിരിക്കുകയാണ്, വിവാഹമെന്ന ഉദാശയിലേക്ക്. ഏതായാലും സന്തോഷമുണ്ട്, ദൈവളി ഒന്നാണല്ലോ, അല്ല വിവാഹം എന്നൊരു ദൈവളിയും അതുപോലെ തന്നെ സന്യസ്ത ജീവിതവും ഒരു ദൈവളിയാണ്. ഏതായാലും നല്ലപോലെ ജീവിക്കുക, മറ്റുള്ളവർക്ക് നല്ല മാതൃക കൊടുക്കുക. പിന്നെ ഇവരുടെ വീട്ടിൽ പോകുമ്പോൾ അമ്മ പറഞ്ഞു, ആദ്യം മൂത്തവൻ പറഞ്ഞ് അച്ഛനാകാൻ പോകണമെന്ന്. അപ്പം ഇളയ 3 പറഞ്ഞ് ഞങ്ങളും അച്ഛന്മാരാകാൻ പോവാണ്. ഇപ്പം മൂത്തവൻ കല്യാണം കഴിച്ചു. എനിക്ക് ഉറപ്പാണ് അവർ പറഞ്ഞ് ഇനി ചേട്ടൻ്റെ ജീവിതം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കണം ഞങ്ങൾ കല്യാണം കഴിക്കണോ വേണ്ടിയോന്ന്. അതുകൊണ്ട് ഗ്ലിസ്റ്റനും അനുമോൾക്കും വലിയൊരു ഉത്തരവാദിത്വം ഉണ്ട് കേട്ടോ. നന്നായി ജീവിച്ച് കാണിക്കുക, നല്ലൊരു പാഠപുസ്തകമായി തീരുക. ആർക്ക് വേണ്ടി? അനിയന്മാർക്ക് വേണ്ടി. നിങ്ങളെ കണ്ട് അവർ നിങ്ങളുടെ പുസ്തകം വേണം അവർ വായിച്ച് പഠിക്കാൻ വേണ്ടി. അങ്ങനെ അവർ ജീവിതം മുന്നോട്ട് നയിക്കണം. അവർക്കും തോന്നണം, എൻ്റെ ചേട്ടനെ പോലെ ഞാൻ ജീവിക്കണം, എൻ്റെ ചേട്ടനും ചേച്ചി ഞങ്ങൾക്ക് വലിയ മാതൃക എന്ന് അവർ പറയാൻ ഇടയാകണം. അതിന് ഉള്ള കൃപാവരം ഈ 2 പേർക്കും ലഭിക്കട്ടെ. അതുകൊണ്ട് ഇന്നേ ദിവസം ഏറ്റവും നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ് ഗ്ലിസ്റ്റൻ്റെ പപ്പയും അമ്മയും, അനുമോളുടെ പപ്പയും അമ്മയും സഹോദരനെയും. നല്ല ഒരു ലാളിത്തുള്ള ഒരു അളിയെ കിട്ടിയേക്കണം കേട്ടോ, നല്ല സംസാരമൊക്കെയാണ്. അപ്പം ഇത്രയും നന്നായി മകനെ വളർത്തി വന്ന് എല്ലാ കൂദാശകളും സ്വീകരിച്ച് ഈ ഒരു ലെവലിലേക്ക് എത്തിച്ച അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും ഏറ്റവും സന്തോഷപൂർവ്വം ഞങ്ങൾ ഓർക്കുകയാണ്. ഈ വിവാഹം എന്ന കൂദാശ വഴി ഇവരുടെ ജീവിതം ഏറ്റവും മനോഹരമായി മുന്നോട്ട് പോകാനും വിശുദ്ധ തോമാശ്ലീഹായുടെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും വിശുദ്ധ ഗീവർഗീസിൻ്റെയും സ്നാപകയോഹാനൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ സകല വിശുദ്ധരുടെയും കാവൽ മാലാഖമാരുടെയും സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. എല്ലാ വരദാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ കുർബാനയിലും ഈ വിശുദ്ധമായ കൂദാശയിലും പങ്കുചേരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാ